വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അടയാളം കത്തോലിക്ക സഭയുടെ പ്രബോധനാധികാരം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ അടയാളത്തെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നവർ മിശിഹായുടെ ശരീരമായ സഭയെ തന്നെ ഇകഴ്ത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ അടയാളം ആവശ്യമില്ലാത്ത വിശ്വാസികൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം അനുവദിച്ച ഒരു അടയാളത്തെ സമൂഹ മധ്യത്തിൽ താറടിക്കുന്ന മനോഭാവം ഒരു വിശ്വാസിക്കും യോജിച്ചതല്ല. താമരശ്ശേരി രൂപത വൈദികൻ ഫാദർ ജോസഫ് കളത്തിൽ. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ഇടവകയിൽ വെച്ച് നടന്ന ദിവ്യകാരുണ്യ അടയാളത്തെക്കുറിച്ചും അതിന്റെ നാൾ വഴികളെക്കുറിച്ചും അതിരൂപതയുടെ ചാൻസലർ കൃത്യമായ ഒരു കുറിപ്പ് ഈ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. റോമിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് ആ കുറിപ്പിൽ വ്യക്തമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പുറപ്പെടുവിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വിചിന്തനം ചെയ്യുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. ഒന്ന്, സ്വകാര്യ വെളിപാടുകളുടെ ലക്ഷ്യത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മിശിഹായുടെ വെളിപാടിനനുസൃതമായി കൂടുതൽ പൂർണ്ണമായി ജീവിക്കുവാൻ സഹായിക്കുക എന്നതാണ് അവയുടെ ലക്ഷ്യം. മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവിഷ്കരണത്തെ മറികടക്കുന്നതെന്നോ തിരുത്തുന്നതെന്നോ നടിക്കുന്ന വെളിപാടുകളെ അംഗീകരിക്കുവാൻ ക്രൈസ്തവ വിശ്വാസത്തിന് കഴിയുകയില്ല എന്ന് മതബോധന ഗ്രന്ഥം കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. CCC നമ്പർ 67. വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പ്രബോധന അധികാരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയും ഒന്നിനെ കൂടാതെ മറ്റുള്ളവയ്ക്ക് നിലനിൽക്കാനാവാത്തതാണെന്നുമുള്ള വസ്തുതയും മതബോധന ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നു. CCC നമ്പർ 95. 2. എന്താണ് വിശ്വാസം? വിശ്വാസം ഒരു ദൈവദാനമാണ്. അതേസമയം അതൊരു മാനുഷിക പ്രവൃത്തിയും ആണെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. CCC നമ്പർ 154. ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ ആശ്ലേഷിക്കുകയും ചെയ്യുക മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും യുക്തിക്കും വിരുദ്ധമല്ല. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിന്റെയും പൂർണ്ണ വിധേയത്വം സമർപ്പിക്കുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. വിശ്വാസത്തിൽ മനുഷ്യബുദ്ധിയും മനസ്സും ദൈവകൃപയോട് സഹകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. CCC നമ്പർ 155. 3. വിശ്വാസവും ബുദ്ധിയും. വിശ്വാസവും ബുദ്ധിയുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം മതബോധന ഗ്രന്ഥം നടത്തുന്നത് ഇപ്രകാരമാണ്. ആവിഷ്കൃത സത്യങ്ങൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുന്നു എന്ന വസ്തുതയല്ല വിശ്വസിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യുത അവ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വഞ്ചിക്കപ്പെടുവാനോ കഴിയാത്ത ദൈവത്തിന്റെ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. CCC നമ്പർ 156. ദൈവിക പ്രകാശം പ്രദാനം ചെയ്യുന്ന ഉറപ്പ് മനുഷ്യന്റെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഉറപ്പിനേക്കാൾ മഹത്തരമാണ് എന്ന വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ വാക്കുകൾ മതബോധന ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 4. വിശ്വാസവും യുക്തിയും വിശ്വാസവും ശാസ്ത്രവും. വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസ വിഷയങ്ങളിൽ കൂടുതൽ ആഴമുള്ള അറിവ് ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നുവെന്നും വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശാസ്ത്രീയ രീതിയിലും ധാർമ്മിക നിയമങ്ങൾ അനുസരിച്ച് നടത്തുന്ന ഗവേഷണങ്ങൾ ഒരിക്കലും വിശ്വാസവിരുദ്ധമാകുന്നില്ല എന്നും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നുണ്ട്. CCC നമ്പർ 158, 159. വിശ്വാസത്തെക്കുറിച്ചുള്ള 3 കാര്യങ്ങൾ മതബോധന ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്നത് ശ്രദ്ധേയമാണ്. വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തന നിരതമാകണം, പ്രത്യാശ നിലനിർത്തപ്പെടണം, സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. CCC നമ്പർ 162 എന്നിവയാണ് അവ. വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അടയാളം കത്തോലിക്ക സഭയുടെ പ്രബോധനാധികാരം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ അടയാളത്തെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നവർ മിശിഹായുടെ ശരീരമായ സഭയെ തന്നെ ഇകഴ്ത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ അടയാളം ആവശ്യമില്ലാത്ത വിശ്വാസികൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം അനുവദിച്ച ഒരു അടയാളത്തെ സമൂഹ മധ്യത്തിൽ താറടിക്കുന്ന മനോഭാവം ഒരു വിശ്വാസിക്കും യോജിച്ചതേയല്ല. മതബോധന ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്ന സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് ഗലാത്തി 5:6 ഇന്ന് സഭയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമകാലിക സീറോ മലബാർ സഭയിൽ ഇതേറെ സ്പഷ്ടമാണ്. തങ്ങളുടെ വിശ്വാസത്തെ സ്നേഹത്തിൽ പ്രവർത്തനനിരതമാക്കാതെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ വിശുദ്ധ കുർബാനയെ തെരുവിലേക്ക് ഇറക്കുന്നവരും സഭ അംഗീകരിച്ച ഒരു ദിവ്യകാരുണ്യ അടയാളത്തെ ഉൾക്കൊള്ളാൻ വിസമ്മതിക്കുകയും അതിനെ വിവാദമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരും ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഏത് കാര്യത്തിലാണെങ്കിലും അവസാന വാക്ക് സഭയുടേതാണെന്ന വസ്തുത ഒരു വിശ്വാസിയും മറക്കാതിരിക്കട്ടെ.